പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ട്രെയിൻ യാത്രയ്ക്കായി നമ്മൾ ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഈ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനാണ് ഈ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനും ഈ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. 7 പ്ലാറ്റ്ഫോമുകളാണ് ഈ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് എന്ന് പറയുന്നത് SRR എന്നാണ്. സദേൺ റെയിൽവേയിൽ പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണ് ഈ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. 3 കോച്ചുകളുമായിട്ട് ഇവിടേതായി നിർത്തിയിട്ടിരിക്കുന്നത് പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ വരുന്ന ഒരു ആക്സിഡൻറ്റ് റിലീഫ് വാനാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള WP4 നിർത്തിയിട്ടിരിക്കുന്നത് 16649 എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന മാംഗ്ലൂർ സെൻട്രൽ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് ആണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ഇന്ന് നമുക്ക് യാത്ര ചെയ്യാനുള്ള നമ്മുടെ ട്രെയിനിൻ്റെ റേക്ക് അങ്ങനെ ഇതാപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാപ്പോൾ എത്തിയിരിക്കുകയാണ്. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് വന്നിട്ടുള്ള ഒരു ട്രെയിനാണിത്. നിലമ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൻ്റെ ലോക്കോ എന്ന് പറയുന്നത് ഒരു ഡീസൽ ലോക്കോയാണ്. പൊന്മല ഡീസൽ ലോക്കോ ഷെഡിൻ്റെ ഒരു WDP4D ഡീസൽ ലോക്കോയാണിത്. ഈ ലോക്കോ ഇവിടുന്ന് ഊരി മാറ്റിയതിന് ശേഷം പുതിയൊരു ലോക്കോ പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്രക്കുള്ള ട്രെയിനിൻ്റെ ലോക്കോയാണ് ഇതാ വന്നുകൊണ്ട് നിൽക്കുന്നത്. ഈറോഡ് ലോക്കോ ഷെഡിൻ്റെ WP7 ലോക്കോയിലാണ് ഇന്ന് നമ്മൾ ഷൊർണൂർ തൊട്ട് തൃശ്ശൂർ വരെ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഈ ട്രെയിനിലെ ഇന്നത്തെ നമ്മുടെ 2 ലോക്കോ പൈലറ്റുമാരാണിത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്രക്കുള്ള ട്രെയിനിൻ്റെ ലോക്കോ ഒക്കെ അങ്ങനെ ഇതാപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചർ ട്രെയിനിന് ഒരുപാട് ട്രെയിനുകളുമായിട്ട് റേക്ക് ഷെയറിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇത്തരത്തിലാണ് ഇതാ ഈ ട്രെയിനിൻ്റെ റേക്ക് ഷെയറിംഗ് ഒക്കെ വരുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 7ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ WP7 ലോക്കോയുമായിട്ട് വന്നുകൊണ്ട് നിൽക്കുന്നത് കൊച്ചുവേളിയിൽ നിന്നും ഉത്തരാഖണ്ഡിലെ ഋഷികേശ് വരെ പോകുന്ന യോഗനഗരി ഋഷികേശ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇതാ വന്നുകൊണ്ട് നിൽക്കുന്നത്. പന്ത്രണ്ട് 5 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന നമ്മുടെ ട്രെയിൻ അങ്ങനെ 3 മിനിറ്റ് മാത്രം വൈകി 12:08 ആയപ്പോഴേക്കും ഇതാ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇതാ പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചർ ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് ഉള്ള ഒരു ഡെയിലി ട്രെയിൻ കൂടിയാണ്. 06497 എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:05 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നു.
ആകെ മൊത്തം 33 കിലോമീറ്ററാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഷൊർണൂരിൽ നിന്നും തൃശ്ശൂർ വരെ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് 30 രൂപയാണ്. ഷൊർണൂരിനും തൃശ്ശൂരിനും ഇടയ്ക്ക് ഉള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുമുണ്ട്. ഈ ഇടതുവശത്ത് കൂടെ ഈ കടന്നു പോകുന്ന റെയിൽവേ ലൈൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ ലൈനാണ്. ഇവിടെ റെയിൽവേ ട്രാക്കിലായിട്ട് ഇതാ 2 മയിലുകളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ പോകുന്നതൊക്കെ നോക്കി നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ചെയ്താൽ ഷൊർണൂർ ബി ക്യാബിൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനുകളൊക്കെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാതെ തന്നെ പാലക്കാട് സൈഡിലോട്ട് പോകുന്ന ഷൊർണൂർ ബൈപ്പാസ് ലൈനാണ് ഇതായി കാണുന്നത്. ഷൊർണൂർ ബി ക്യാബിൻ കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ഭാരതപ്പുഴക്ക് മുകളിലൂടെയാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അതാ പോയിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇതുവരെ യാത്ര ചെയ്തിരുന്നത് പാലക്കാട് റെയിൽവേ ഡിവിഷനിലൂടെ ആയിരുന്നു. ഇവിടുന്ന് തൊട്ട് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മാറി ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലോട്ട് കയറിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ളൊരു ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷൻ വെൽക്കം ടു യു എന്നൊരു ബോർഡാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ചെയ്തപ്പോൾ ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം അതിൻ്റെ ആദ്യ സ്റ്റേഷനായ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിയിട്ടുള്ളത്. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. 9 ട്രെയിനുകൾക്ക് മാത്രമേ ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ളൂ. നമ്മുടെ കലാമണ്ഡലത്തിന് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനുള്ളത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ വീണ്ടും ഇപ്പം വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്.
ഇപ്പോൾ ആ കടന്നുപോയ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ഷൊർണൂർ ജംഗ്ഷൻ വരെ പോകുന്ന 16302 എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന വേണാട് എക്സ്പ്രസ് ആണ്. ഈ വേണാട് എക്സ്പ്രസ് രാവിലെ 5:25 തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പുറപ്പെടുന്നത്. 5:25 പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് 12:25 കൂടിയാണ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ചെയ്താൽ അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേഷനായുള്ള മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിയിട്ടുള്ളത്. 2 പ്ലാറ്റ്ഫോമുകൾ മാത്രമുള്ള ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഈ മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന മെമു ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളുമാണ് അധികമായി ഈ മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ളത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ചെയ്താൽ അപ്പം വീണ്ടും മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഈ മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷൻ എല്ലാം തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത്. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, നമ്മുടെ ട്രെയിനിൻ്റെ കഴിഞ്ഞ സ്റ്റേഷനായ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനും ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ ഈ ട്രെയിൻ റൂട്ടിൽ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഒരു ട്രാക്ക് ഉയർന്നിട്ടും മറ്റൊരു ട്രാക്ക് താഴ്ന്നിട്ടുമാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. താഴത്തെ ട്രാക്കിലൂടെ വന്നുകൊണ്ട് നിൽക്കുന്ന ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന 12617 എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ഡെയിലി ട്രെയിൻ കൂടിയാണ്. കാണുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ഉത്രാളിക്കാവാണ്. മനോഹരമായ പാടത്തിന് നടുവിലായിട്ടാണ് ഈ ഉത്രാളിക്കാവ് സ്ഥിതി ചെയ്യുന്നത്. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും ഇടയിലായിട്ടാണ് ഈ ഉത്രാളിക്കാവ് ഉള്ളത്. നമ്മുടെ ട്രെയിൻ എങ്ങനെയാ ഈ ട്രെയിൻ റൂട്ടിൽ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കിലായിട്ട് നിർത്തിയിട്ടുള്ളൊരു OHE ഇൻസ്പെക്ഷൻ കാറാണ്. ഈ OHE ഇൻസ്പെക്ഷൻ കാറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓവർഹെഡ് എക്യുപ്മെൻറ്റ് ഇൻസ്പെക്ഷൻ കാർ എന്നാണ്. ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് റെയിൽവേ ട്രാക്കിന് മുകളിലായിട്ടുള്ള ഇലക്ട്രിക് ലൈനുകളുടെ എല്ലാം മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളെല്ലാം ഇതുപോലുള്ള ചെറിയ റെയിൽ കാറുകൾ ഉപയോഗിച്ചാണ് നടത്തുന്നത്.
നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലാകെ 3 പ്ലാറ്റ്ഫോമുകളാണ് വരുന്നത്. WKI എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. ഒരുപാട് പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഏകദേശം 35ഓളം ട്രെയിനുകൾക്ക് ഈ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. ഒരുപാട് ദീർഘദൂര സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്കൊക്കെ ഈ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. 1 മിനിറ്റായിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ 1 മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ ചെയ്തപ്പം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കടന്നുപോയ ട്രെയിൻ 12522 എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന എറണാകുളം ജംഗ്ഷനിൽ നിന്നും ബീഹാറിലെ ബറൂണി ജംഗ്ഷൻ വരെ പോകുന്ന ബറൂണി രപ്തിസാഗർ എക്സ്പ്രസ് ആണ് ഇപ്പോൾ കടന്നുപോയത്. എല്ലാ വെള്ളിയാഴ്ചയിലും രാവിലെ 10:50 എറണാകുളം ജംഗ്ഷനിൽ നിന്നുമാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ചെയ്തപ്പോൾ അതിൻ്റെ മറ്റൊരു സ്റ്റേഷനായ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിയിട്ടുള്ളത്. ഒരു 9 മിനിറ്റോളം വൈകിട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുള്ളത്. 12:40 നമ്മുടെ ഈ ട്രെയിൻ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടത്. നാളിപ്പോൾ 12:49 ആയപ്പോഴേക്കുമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. 2 പ്ലാറ്റ്ഫോമുകളാണ് ഈ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. MGK എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. 11ഓളം ട്രെയിനുകൾക്ക് ഈ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുമുണ്ട്. അങ്ങനെ 1 മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇപ്പോൾ വീണ്ടും മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്.
ആ കാണുന്ന റെയിൽവേ ലൈൻ തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂരിലോട്ട് പോകുന്ന റെയിൽവേ ലൈനാണ്. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ റെയിൽവേ ലൈൻ ഗുരുവായൂരിലോട്ട് തിരിഞ്ഞു പോകുന്നത്. ഗുരുവായൂരിലേക്കുള്ള റെയിൽവേ ലൈൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രെയിനിൻ്റെ തൃശ്ശൂർ എത്തുന്നതിന് മുന്നേയുള്ള അവസാനത്തെ സ്റ്റേഷനായ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. 2 പ്ലാറ്റ്ഫോമുകളാണ് ഈ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് PNQ എന്നാണ്. ഏകദേശം 22ഓളം ട്രെയിനുകൾക്ക് ഈ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷന് മുകളിലൂടെ പോകുന്ന ഈ പാലം നമ്മുടെ തൃശ്ശൂർ കുന്നംകുളം റോഡിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു പാലമാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 3 കിലോമീറ്ററോളം മാറിയിട്ടാണ് നമ്മുടെ ഈ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പം വീണ്ടും പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിന് ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേഷനായ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കയറിക്കൊണ്ട് നിൽക്കുന്നത്. ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആകെ 4 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. तिरुवनंतपुरम से सारनाथ होकर सिकंदराबाद तक जाने वाली शबरी एक्सप्रेस തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് ഈ നിർത്തിയിട്ടിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂർ എറണാകുളം ജംഗ്ഷൻ പാസഞ്ചർ ട്രെയിനാണ്. സാധാരണ ഈ ട്രെയിൻ ഗുരുവായൂരിൽ നിന്നാണ് പുറപ്പെടാറുള്ളത്. ഇന്നെന്തോ കാരണത്താൽ ഈ ട്രെയിൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഉച്ചയ്ക്ക് 1:55 ഈ ട്രെയിൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുക. നമ്മുടെ ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനപ്പെട്ട ട്രെയിനുകളൊക്കെ 1ഉം 2ഉം പ്ലാറ്റ്ഫോമിലായിട്ടാണ് നിർത്താറുള്ളത്. ഇതുപോലെ തൃശ്ശൂരിൽ നിന്ന് ആരംഭിക്കുന്നതും തൃശ്ശൂരിൽ അവസാനിപ്പിക്കുന്നതുമായ കുറച്ച് പാസഞ്ചർ ട്രെയിനുകളാണ് അധികമായും ഈ 3ാമത്തെയും 4ാമത്തെയും പ്ലാറ്റ്ഫോമിലെയൊക്കെ എത്താറുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര അപ്പോൾ നമ്മളിതായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് പുറത്ത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ട്രെയിൻ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി.